ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ ഇന്നത്തെ? ഞാൻ ദേ പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെറുതെ നമ്മുടെ ഒരു ഗാർഡൻ വിസിറ്റിന് ഇറങ്ങിയതാണേ. പുതിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട നമ്മുടെ ചെടികളെല്ലാം പിടിച്ചു കിട്ടിയെന്ന് അറിയുന്നത് തന്നെ എന്തൊരു വലിയ സന്തോഷമാണല്ലേ. ദേ എല്ലാത്തിലും തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ കൂമ്പ് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ചെടികളിൽ മുട്ടും ഉണ്ടായിട്ടുണ്ട്. മെലസ്റ്റോമയിൽ, വൈറ്റ് മെലസ്റ്റോമയിൽ ഒരുപാട് തളിർപ്പുകൾ വന്നിട്ടുണ്ട്, മുട്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ അധ്വാനത്തിനും നമ്മളുടെ ഇഷ്ടത്തിനും അവർ നമുക്ക് പ്രതിഫലം തരുന്നുണ്ടല്ലോ. ഓർണമെൻ്റൽ പാം നട്ടിട്ട് കുറച്ചായി, അതിനിങ്ങനെ കൂമ്പ് വരാഞ്ഞിട്ട് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു അത് പിടിച്ച് കിട്ടിയില്ലെങ്കിലോ എന്ന്. അപ്പോൾ ദേ ഇന്ന് നോക്കിയപ്പോഴേക്കും ഓലയൊക്കെ ഒന്ന് വിടർന്ന് തുടങ്ങി. വെറുതെ വടി പോലെ ഇങ്ങനെ നിൽക്കണമായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഈ തണലത്തോട്ട് മാറ്റി വെച്ച റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ കളർ കണ്ടോ? ശരിക്കും നമ്മൾ ലിപ്പ് ലൈനർ ഇടൂലേ, അതുപോലെ ചുറ്റും നല്ല ഡാർക്ക് റെഡ് കളറാണേ. ആന്തൂര്യം സ്പ്ലിറ്റ് ചെയ്ത് നട്ടെങ്കിലും അതിൽ പൂവുണ്ടായി തുടങ്ങിയിട്ടാ. വേരുകളൊക്കെ പുതിയത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബഡ് റോസിന് എന്ത് പറ്റിയെന്നറിയില്ല, ഒത്തിരി മുട്ടുകൾ ഉണ്ടായിരുന്നതാണ് എല്ലാം കരിഞ്ഞുണങ്ങിയ പോലെ നിൽക്കണേ, വാടി പോകുന്നുണ്ട് കേട്ടോ. ഒത്തിരി വീഴുന്നുണ്ട് താഴെ. വലിയ റോസിന് 2 പുതിയ മുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ എപ്പീഷ്യ, ഇത് റെഡ് ഫ്ലവറിൻ്റെ എപ്പീഷ്യ എന്നാണ് പറഞ്ഞത്, പക്ഷേ ഈ ലീഫിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു അന്ന്. അതിലും പുതിയ മുട്ടുണ്ടായിട്ടുണ്ട്, ആദ്യമായിട്ടാണ് അതിൽ മുട്ടിടുന്നത്. അതുപോലെ ഈ അഗ്ലോണിമ ആണെങ്കിലും അതെ, പുതിയ 2 ഷൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന്. ഞാനിങ്ങനെയാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പുറകെ നടന്ന് ഇല വന്നോ കായ വന്നോ പൂവുണ്ടായോ എന്ന് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക, ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക, പ്രൊഡക്റ്റീവായിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.